BJP സംസ്ഥാന അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിക്കുക, നാളെ പ്രഖ്യാപിക്കുക എന്നിങ്ങനെ നീണ്ടു പോകുന്നതല്ലാതെ ഇതുവരെ പ്രഖ്യാപനം വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ പറയുന്നു തിങ്കളാഴ്ച ആ പ്രഖ്യാപനം ഉണ്ടാകും. സാധ്യതാ ലിസ്റ്റിൽ ഒരുപാട് പേരുടെ പേരുകളുണ്ട്. ഷോൺ ജോർജിന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ പല മാധ്യമങ്ങളിലിട്ട് ആഘോഷിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ പേരാണ്. ശോഭാ സുരേന്ദ്രൻ വരണം എന്നാണ് കുറേ ആളുകൾ ആഗ്രഹിക്കുന്നതും പറയുന്നതും. അതെന്തുകൊണ്ടായിരിക്കും? ഒരു വനിതാ അധ്യക്ഷ തലപ്പത്തിരുന്നാൽ കേരളത്തിലെ BJPയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണോ? ഇല്ലെങ്കിൽ സുരേന്ദ്രൻ ഇനി വേണ്ട, കടക്ക് പുറത്ത് എന്ന് പറയാതെ പറയുകയാണ് ശോഭയെ മുൻനിർത്തിക്കൊണ്ട്? അല്ലേ, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രത്യേക രീതിയാണ്. ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഏത് മണ്ഡലത്തിൽ പോയി കഴിഞ്ഞാലും അവിടെ BJPയുടെ വോട്ടിൻ്റെ ശതമാനം കൂട്ടുകയോ അതല്ലെങ്കിൽ ജയിക്കുന്നതിൻ്റെ അടുത്തെത്തുകയൊക്കെ ചെയ്യും. അതിപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ കണ്ടു, ആലപ്പുഴ കണ്ടു. ഈ പറഞ്ഞതുപോലെ ഇപ്പം കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശോഭാ സുരേന്ദ്രനായിരുന്നുവെങ്കിൽ അവിടെ BJP ജയിക്കുമായിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം ശക്തമായിട്ടുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് ഈ ഒരു അപ്പീൽ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രതികരണ രീതിയും സംഭാഷണ രീതിയും, ഈ പറയുന്നതുപോലെ ഈ ചത്തു കിടക്കുന്നവനും ചാടി എഴുന്നേൽപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണ രീതിയും, എതിരാളികളെ ആക്രമിക്കുന്ന രീതി, അതായത് നിർദ്ദയമാണ്. അതിന് കേരളത്തിൽ നല്ല മാർക്കറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഇപ്പോൾ ഒരാൾ വേറൊരാളെ ഇപ്പോൾ ഉദാഹരണത്തിന് സംഘടന സീൻ കണ്ടു കാണിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ചില വീഡിയോകളൊക്കെ ഉണ്ടല്ലേ ടെലിവിഷനിലൊക്കെ, ഈ എന്തെങ്കിലും അക്രമ രംഗങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് വാർത്താ പ്രാധാന്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചാനലുകാർ കാണിക്കുന്നത് ഇതിന് നല്ല മാർക്കറ്റാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ആക്രമിക്കുന്ന ആ രീതിയിൽ വാക്കുകൊണ്ടായാലും അല്ലാതെ ആണെങ്കിലും അതിന് കേരളത്തിൽ നല്ല മാർക്കറ്റാണ്. എല്ലായിടത്തും ഉണ്ട്, പക്ഷേ എനിക്കൊന്ന് കേരളത്തിൽ അതിന് കൂടുതൽ മാർക്കറ്റാണ്. അപ്പോൾ അത് ആ ഒരു ഘടകമാണ് ശോഭാ സുരേന്ദ്രനെ ഈ മറ്റുള്ള നേതാക്കളിൽ നിന്നൊരു തീപ്പൊരി നേതാവാക്കി മാറ്റുക ചെയ്യുന്നത്. പക്ഷേ ഒരു തീപ്പൊരി നേതാവ് സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണങ്ങൾ വൈകാരികത നിറഞ്ഞ പ്രതികരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ജനസമ്മതിയൊക്കെ ഉണ്ട്, പിന്നെ അണികളെ കൂടെ നിർത്താൻ പറ്റും, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഇറക്കാൻ പറ്റിയ കാൻഡിഡേറ്റ് ആണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അത് BJPക്കും ബോധ്യമായിട്ടുണ്ട്. പക്ഷേ അതേ ബോധ്യം തന്നെ ഈ BJP നേതൃത്വത്തിനുണ്ടാവുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രന് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു പാർട്ടിയെ നയിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരെയും കൂടെ കൊണ്ടുപോവുക, അതേപോലെ തന്നെ വളരെ ആസൂത്രിതമായ രീതിയിൽ ഉള്ള പ്രസ്താവനകളും പെരുമാറ്റങ്ങളും നടപടികളും സ്വീകരിക്കുക, വൈകാരികമായ വിക്ഷോഭങ്ങളിലേക്ക് പോകാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഈ ഏത് പാർട്ടിയുടെ ആണെങ്കിലും ഏത് സംഘടനയാണ് ആണെങ്കിലും നേതൃസ്ഥാനത്ത് വരുന്നവർക്ക് അനിവാര്യമായ ഘടകമാണ്. ആ ഘടകം എനിക്ക് തോന്നുന്നില്ല ശോഭാ സുരേന്ദ്രന് ആ ഒരു നേതാവും നേതൃശേഷിയൊക്കെ ഉണ്ടെങ്കിലും ഒരു സംഘടനയെ ഒത്ത് എല്ലാവരുടെയും കൂടെ തന്നെ ഒരു സ്വീകാര്യമായിട്ട് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പിന്നെ ഇതിനുപരി ഈ പാർട്ടി ഇതുവരെ ഇവിടെ അധികാരത്തിൽ വന്നിട്ടില്ല. ഇപ്പോഴും വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ഇതിനകത്തുള്ള സകല നേതാക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയാണ്, അല്ലേ? അതുപോലെ തന്നെ ഗ്രൂപ്പിന് വേണ്ടി ഉണ്ടായി വരുന്നതിന് മുമ്പ് തന്നെ പല പല ഗ്രൂപ്പുകളുണ്ടായി, അപ്പോൾ പല പല നേതാക്കളുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഈ നേതാക്കളുടെ തമ്മിലുള്ള ഒരു താരയുദ്ധവും ആർക്കാണ് പ്രാധാന്യം എന്നുള്ള അല്ലെങ്കിൽ ആർക്കാണ് ഇങ്ങനെ പ്രാമുഖ്യം എന്നൊക്കെയുള്ള ചിന്തയും ഈ ഒരു മത്സരമൊക്കെ വളരെ എനിക്ക് തോന്നുന്നു മറ്റ് കോൺഗ്രസിലും CPMലും ഉള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു BJPയുടെ നേതൃത്വനിരയിലാണ് ഈ സംഭവം ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ വരാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിൽ കറങ്ങിത്തിരിഞ്ഞ് ചിലപ്പോൾ സുരേന്ദ്രന് വീണ്ടും ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അതിശയിക്കാനില്ല. പിന്നെ മാത്രമല്ല, ഇപ്പം രണ്ടായാലും ദേശീയ നേതൃത്വം കേരളത്തിൽ ഒരു BJPക്ക് ഒരു പുതിയ നേതൃത്വത്തിനെ കുറേ നാളുകൊണ്ട് തേടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ BJPയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വരുന്ന വർധന, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു പൊതുവിൽ നോക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ആലപ്പുഴയിലുണ്ടായ വോട്ട് ചോർച്ച, BJP അതെല്ലാം ഈ CPM നിന്നുള്ള വോട്ട് ചോർച്ച. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് BJP ഒരു 5-10 കൊല്ലത്തിന് ശേഷം ഒരധികാരത്തെ പിടിക്കുക എന്നുള്ള ലക്ഷ്യം ഒരു മുമ്പിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
ബി ജെ പിക്കാരെല്ലാം കൂടെ പിണറായി വിജയൻ 3ാം തവണയും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം LDF സർക്കാർ ഒരു തവണയും കൂടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കാര്യം ഗതികേടിലാവും. അപ്പോൾ ആ ഗതികേടും കൂടെ തങ്ങൾക്ക് അനുകൂലമായി മാറും. അപ്പോൾ അത്തരത്തിൽ ഒരു ഉരുത്തിരിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ ഗുണകരമാക്കാം, അതിന് പറ്റുന്ന ഒരു നേതാവിനെയാണ് കേരളത്തിൽ ആവശ്യം എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് പല നേതാക്കന്മാരുടെയും പേര് പറയുകയും ഇടയ്ക്ക് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് വളരെ സജീവമായിട്ട് മുമ്പോട്ട് വരികയൊക്കെ ചെയ്തത് ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലത്തിലാണ്. കാരണം പിണറായി വിജയൻ സർക്കാർ തന്നെ LDF അല്ല, പിണറായി വിജയൻ സർക്കാർ തന്നെ 3ാമതും വരും എന്നുള്ള ആഗ്രഹത്തിലും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലുമാണ് ഇവിടുത്തെ BJP നേതാക്കളും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടേറെ ഘടകങ്ങൾ പരിഗണിച്ച് നോക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രൻ എനിക്ക് തോന്നുന്നു അടുത്ത ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആകും എന്നുള്ളതല്ലാതെ പ്രസിഡന്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ശോഭാ സുരേന്ദ്രന് BJP മറ്റ് നേതാക്കന്മാർക്കിടയിൽ കുറച്ചുകൂടി സ്വീകാര്യതയുണ്ട്. പല തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ നോക്കല്ലേ, അവർ നിന്ന മണ്ഡലങ്ങളിലെല്ലാം പത്തനംതിട്ടയായാലും ആറ്റിങ്ങലായാലും ആലപ്പുഴയായാലും പാലക്കാടായാലും ഒക്കെ നിന്ന പത്തനംതിട്ട ഇല്ലാന്ന് തോന്നുന്നു, ബാക്കി മണ്ഡലങ്ങളിലൊക്കെ വോട്ടിംഗ് ഷെയർ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തൊക്കെ എത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു ഘടകം തന്നെയാണ് BJPയെ സംബന്ധിച്ച്. അപ്പം അങ്ങനെ ഒരു നേതാവ് ഈ വൈകാരികമായി ഇടപെടലുകൾ നടത്തുന്നു എന്നതിനപ്പുറം കുറച്ചുകൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി ചെല്ലാൻ എളുപ്പം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ? അല്ല, അതാണ് ശോഭാ സുരേന്ദ്രൻ ആ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ്. ജനങ്ങളെ ഇളക്കാനും ജനങ്ങളെ കൂടെ നിർത്താനും പുതിയ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ ഈ പറഞ്ഞ കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒക്കെ ശേഷിയുള്ളത് കൊണ്ടാണ് ഇവരുടെ ഈ വോട്ടിംഗ് ശതമാനം കൂടുന്നത്. അതിനെ അവരുടെ ആ ഒരു സ്വതസിദ്ധമായ വ്യക്തിപരമായ കഴിവുകൾ തന്നെ ഘടകമാണ്. ചില സമയങ്ങളിൽ ചില സ്ഥലത്ത് പാട്ടാണെങ്കിൽ പാട്ട്, നൃത്തമാണെങ്കിൽ നൃത്തം, അതേപോലെ തന്നെ ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടികൾ, പിന്നെ ഒരു ധൈര്യം പ്രകടമാക്കുന്ന ഒരു വാക്കിലും അവരുടെ ശരീരഭാഷയിലും ഒക്കെ ഇതൊക്കെ നേതൃത്വ ഗുണത്തിന് ചേർന്ന സംഗതികൾ തന്നെയാണ്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം മറ്റ് നേതാക്കന്മാരെയും ഒക്കെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പറ്റുമോ, ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ സാഹചര്യത്തെ എത്രമാത്രം BJPക്ക് അനുകൂല ഘടകമാക്കി മാറ്റാൻ ഉള്ള ഒരു പാഠവും അല്ലെങ്കിൽ എത്രമാത്രം ശോഭാ സുരേന്ദ്രന് മറ്റുള്ള നേതാക്കന്മാർക്ക് സ്വീകാര്യമാകും എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രനുള്ള സാധ്യത കുറവാണ്. അതല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ നേതൃത്വം ഒരു പരീക്ഷണത്തിന് ചിലപ്പോൾ തയ്യാറാകാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ശോഭാ സുരേന്ദ്രൻ്റെ സാധ്യത തെളിഞ്ഞു കാണുന്നുള്ളൂ.